BAMS കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ്, കോളേജസ്, അതിൻ്റെ സ്കോപ്പ് അങ്ങനെ കുറേയധികം വീഡിയോസ് ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ്സ് വന്നു. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലിയും കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. അതായത് BHMSനെ കുറിച്ചും ഇതേപോലെ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹോമിയോപ്പതിക് ഫിസിഷ്യൻ അല്ല. ഞാൻ ആ കോഴ്സ് അല്ല പഠിച്ചത്. ഞാൻ BAMS ആണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് BHMS പഠിച്ചവരുണ്ട്. അത് പാസ്ഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ PG ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇയർ 2024 BHMSന് വന്ന കട്ട് ഓഫും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്തൊക്കെ സ്കോപ്പാണ് ഇനി ഫ്യൂച്ചറിലേക്ക് അങ്ങോട്ട് ഉണ്ടാവുക അതും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാണ്ട് വീഡിയോയിലേക്ക് പോവാം. സോ ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഐ എം ഡോക്ടർ രേവതി രമേശ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ കാണുന്ന ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഹോമിയോപ്പതിക് പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയിന്റ് ഇവിടെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് BHMS എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. ഈ സർജറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഡൗട്ടാണ്, അതിന് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് സർജറി ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് സർജറി ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. അപ്പോൾ BHMSനകത്തുള്ള സർജറി എന്ന ആ ഒരു ടേം നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്ന സർജിക്കൽ കണ്ടീഷൻസും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സർജറി ആവശ്യം വരുന്ന കണ്ടീഷൻസ്, അതായത് റീനൽ കാൽക്കുലൈ പോലത്തുള്ള ചില കണ്ടീഷൻസിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻസ്, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം സർജിക്കൽ കേസസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നമുക്ക് ഈ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഒക്കെ കുറേ എഫക്റ്റീവ് ആണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ മെഡിസിൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസീസിനെ കുറിച്ചൊക്കെ നമുക്കൊരു നോളജ് വേണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോഴും ഹോമിയോ അതേപോലെ ആയുർവേദ കോഴ്സസ് ഒക്കെ എക്സാംസ് ഒന്നും ഇല്ലാണ്ട് നീറ്റ് വഴി അല്ല അലോട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ള മെന്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല. നമ്മൾ നീറ്റ് എഴുതി നീറ്റിന്റെ വേറൊരു കൗൺസിലിംഗ്, ആയുഷിന്റെ കൗൺസിലിംഗ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും. ആ കൗൺസിലിംഗ് വഴി ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് അലോട്ട് ചെയ്ത് കിട്ടുന്നത് തന്നെയാണ് ഹോമിയോയിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും. ഈ ഹോമിയോപ്പതിയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും 5.5 വർഷത്തെ തന്നെ കോഴ്സ് തന്നെയാണ്. അതിൽ ഒരു വർഷം കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പീരീഡ് ഉണ്ടാവും. സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം MBBS പോലെ തന്നെയാണ്. അതായത് നമ്മുടെ അനാറ്റമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ഫാർമക്കോളജി എല്ലാം വരുന്നുണ്ട്. പിന്നെ ഫാർമക്കോളജിയുടെ കാര്യം പറയുമ്പോൾ അത് ഹോമിയോപ്പതിക് ഫാർമക്കോളജിയിലേക്ക് പോകും. പിന്നെ അതേപോലെ OB, ഗൈനക്ക്, ഫോറൻസിക്, സർജറി, അങ്ങനെ എല്ലാം ഏകദേശം കമ്മ്യൂണിറ്റി മെഡിസിൻ ഇതൊക്കെ അതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഹോമിയോയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മെറ്റീരിയ മെഡിക്ക, പിന്നെ ഓർഗനോണ്, റെപ്പർട്ടറി, പിന്നെ ഫാർമക്കോളജി, ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കുകയും ചെയ്യണം. പിന്നെ മീഡിയം ഓഫ് സ്റ്റഡിയും ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ നമുക്കൊരു 5 ഹോമിയോപ്പതിക് കോളേജസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോടും അതേപോലെ ട്രിവാൻഡ്രത്തും ഉണ്ട്. പിന്നെ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ കോളേജ് നമ്മുടെ എറണാകുളത്തുള്ളതുണ്ട്. പിന്നെ ഒരു ANSS കോളേജ് ഉണ്ട്, ഹോമിയോപ്പതിക് കോളേജ്, അത് കോട്ടയം ഭാഗത്തുള്ളതാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ശ്രീ വിദ്യാധിരാജ എന്ന് പറഞ്ഞൊരു കോളേജും ഹോമിയോപ്പതിക് കോളേജും ട്രിവാൻഡ്രത്ത് വേറെ ഒരെണ്ണോട് ഉണ്ട്. ഇനി ഈ കോളേജസിന്റെ ഒക്കെ ഒരു ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഉള്ളൊരു കോഴ്സുമാണിത്. അതായത് ഒരു 5,000 to 6,000 അല്ലെങ്കിൽ 4,000 to 6,000 റേഞ്ചിലാണ് ഏകദേശം അവരുടെ ഒരു ട്യൂഷൻ ഫീ ഒക്കെ വരാറുള്ളൂ. 2024 ഒരു കട്ട് ഓഫിന്റെ റേഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം 16,000 to 17,000 കഴിഞ്ഞ വർഷം കീമിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 460 to 480 മാർക്കിലുള്ളവർക്കായിരുന്നു കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റ് കാറ്റഗറീസ്, അതായത് ഈഴവ, DV, VK, ലാറ്റിൻ കാറ്റഗറീസ് ഒക്കെ ഒരു 21K വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഒരു 420, 430, 380 ആ ഒരു മാർക്കുള്ളവർക്കും കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിലൊക്കെ ഒരു 28K റാങ്ക് വന്ന ഒരു കുട്ടിക്കൊക്കെ, കേരളയിൽ റാങ്ക് വന്ന കുട്ടികൾക്കൊക്കെ കിട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വർഷം കട്ട് ഓഫ് നല്ല പോലെ കുറയാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഏകദേശം എന്താണ് ഒരു റേഞ്ച് എന്ന് മനസ്സിലാവുക കറക്റ്റായിട്ട്. എംഎസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് സ്കോപ്പ് ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻലി എല്ലാവരും ചെയ്യുക ഒന്ന് ക്ലിനിക്കൽ പ്രാക്ടീസ്, അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് മെയിൻലി ആണ്. ഇത് കൂടാണ്ട് മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ മെയിൻലി എല്ലാവരും ഇതൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആദ്യം നമുക്ക് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് തന്നെ പറയാം. ഹയർ സ്റ്റഡീസിനകത്ത് ഇവിടെ നമുക്ക് പി ജി അവൈലബിൾ ആണ്. പി ജിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ മെറ്റീരിയൽ മെഡിക്ക നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ മെഡിക്ക, അതേപോലെ ഓർഗനോണ്, അല്ലെങ്കിൽ ഫാർമക്കോളജി, ഹോമിയോപ്പതിക് ഫാർമക്കോളജി, അതല്ലെങ്കിൽ റെപ്പർട്ടറി, ഇതൊക്കെ മെയിൻലി നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അതേപോലെ തന്നെ ഡെർമറ്റോളജിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഓൺ ഫർദർ ഇയേഴ്സിലും ഇതൊക്കെ കേരളത്തിലും എത്തുന്നതായിരിക്കും. പിന്നെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ അറിഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ പീഡിയാട്രിക്സ്, അതേപോലെ തന്നെ സൈക്കാട്രിക്, അങ്ങനെയൊക്കെ പി ജി കോഴ്സസും അവൈലബിൾ തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു ഓപ്ഷനാണ് ക്ലിനിക്കൽ പ്രാക്ടീസ്. ക്ലിനിക്കൽ പ്രാക്ടീസിന് നമുക്കൊന്നെങ്കിൽ സെൽഫായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് PSC എക്സാം ഒക്കെ എഴുതി മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടും. പക്ഷേ സീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറവായിരിക്കും. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കും ഉള്ളത്. വേക്കൻസീസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷൻ നമ്മൾ കോൺട്രാക്ട് ബേസിസിലൊക്കെ നമ്മളെ ഹയർ ചെയ്യാറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ് ആ ഒരു രീതിയിലേക്ക് പോകാം. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകണം എന്നുള്ളവർക്ക് MDയുടെ റിക്വയർമെന്റ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. PG പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്കും ഒക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ഇൻഷുറൻസ് കമ്പനീസിലും അങ്ങനെയൊക്കെ അവർ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരാറുള്ള മറ്റൊരു സൈഡാണ് ഇപ്പോൾ MPH അഥവാ MBA പോലെയൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പോകാറും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇനി മറ്റൊരു പോസിബിലിറ്റി ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ അലോപ്പതിക് മെഡിസിൻ കൂടെ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ അതിനും നമ്മൾ നീറ്റ് എഴുതി നീറ്റ് ക്രാക്ക് ചെയ്ത് നമുക്ക് സ്പെഷ്യൽ കാറ്റഗറി കിട്ടുന്നുണ്ട് അതിനകത്ത്, അതായത് DH കാറ്റഗറി എന്ന് പറയും. അപ്പോൾ ആ കാറ്റഗറിയിലൂടെ നമുക്ക് MBBSും പഠിക്കാം. അപ്പോൾ അതിനൊരു 6 വർഷം നമ്മൾ പിന്നെ മാറ്റി വെക്കണം. അതിന് റെഡി ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു BHMSനെ കുറിച്ചുള്ള ഒരു ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് തരാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇനി ആഡ് ചെയ്യണം എന്നാണെങ്കിൽ ഏതെങ്കിലും ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.